السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلغة عربي مبين تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? ഓർമ്മയുണ്ടോ? എനിബഡി? ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് എവിടെ നിർത്തിയത് നമ്മള്? അടുത്ത 17ാമത്തെ ദിവസമാണ് തോന്നുന്നു. 17ാമത്തെ പാടാണ് വിളിക്കേണ്ടത്. അതാണെന്ന് എന്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം? അതെ. ശരി, വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. വിശ്വാസം രക്ഷിക്കട്ടെ. നമ്മള് പാഠം 17ലേക്ക് പോവാണ്. പാഠം 17 അൻ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം. അൻ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം എന്ന് പറഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി, ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതിനുള്ള പ്രയോഗം അൻ ഉപയോഗിച്ചിട്ട് പറയാം. അപ്പൊ അതിന് ഉരീദു അൻ, നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നതിന് ഇപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഗോ എന്നാണെങ്കിൽ ഉരീദു അൻ ആസ് എ ഹബ, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഗോ, ഐ വാണ്ട് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും? ഉരീദു അൻ എന്ന് ഉപയോഗിക്കും. അറാദ ഉരീദ് എന്ന് പറഞ്ഞാൽ, അറാദ യുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് അവിടെ. പക്ഷെ ഇത് ഉരീദു അൻ എന്ത് ചെയ്യും? ഒരു പ്രയോഗമായിട്ട് ഉപയോഗിക്കും. അതൊന്ന്. രണ്ടാമത് എന്താണ്? രണ്ടാമത് പറയുന്നത് അൻ ഉപയോഗിച്ചിട്ടുള്ള അൻ മറഞ്ഞു വരുന്ന സന്ദർഭം. അൻ ചിലപ്പോൾ മറഞ്ഞ് വരും. അതിലൊരു സന്ദർഭമാണ് ലാമു തഅലീൽ എന്ന് പറയും. അതായത് റീസൺ പറയുന്ന ലാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പറയാനുള്ള ലാമു തഅലീൽ എന്ന് പറയും. അവിടെ എന്ത് ചെയ്യും? നസ്ബ് കൊടുക്കും, പത്ത കൊടുക്കും. അപ്പൊ അൻ അവിടെ കാണുകയില്ല, അൻ മറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഈ പാഠത്തിൽ പറയുന്ന ഒരു സംഗതിയാണ് യുംകിനു. യുംകിനു യഥാർത്ഥത്തിൽ യുംകിനു എന്ന് പറയുമ്പോൾ അതൊരു മറഞ്ഞ
ആളെ കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമായിരിക്കും വരിക. പക്ഷെ യഥാർത്ഥത്തിൽ യുംകിനു എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് എന്തായിരിക്കും? ഇറ്റ് ഈസ് പോസിബിൾ എന്ന അർത്ഥത്തിലാണ് വരിക. ഉദാഹരണമായിട്ട് ഞാനിവിടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും? യുംകിനുനി അൻ അജ്ലിസ ഹഹുന എന്ന് ചോദിക്കാം. പ്രാർത്ഥന വരുമ്പോൾ നമുക്കത് വ്യക്തമാകും യുംകിനുവിന്റെ പ്രയോഗം. അതേപോലെ സിൻസ് എന്ന അർത്ഥത്തിൽ മുൻതു ഉപയോഗിക്കും. മുൻതു, അത് മുതൽ എന്ന് പറയാൻ വേണ്ടി. അങ്ങനെ ചില സംഗതികളാണ് ഈ പാഠത്തിലെ പ്രധാന വിഷയം. അതേപോലെ ഐ റിക്വസ്റ്റ് എന്ന് പറയുന്നതിന് അർജു എന്ന് ഉപയോഗിക്കും. റജാ എർജു എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ്. ടീച്ചർ കയറി കണ്ടോ? ടീച്ചറിന്റെ ഇത് ഏതാ ഐഡി കാണുന്നില്ലല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോ അർജു എന്ന് പറഞ്ഞാൽ ഐ റിക്വസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതെന്താണ്? നേരത്തെ യുംകിനു പറഞ്ഞതുപോലെ ഒരു യൂസേജ്. അതേപോലെ അനുവദിച്ചിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുന്നു എന്ന് ഉള്ള പ്രയോഗം സമഹ എന്ന് ഉപയോഗിക്കും. നമുക്ക് പാഠം വായിച്ചു നോക്കാം. ഫർദസു അസ്സാബി ആശർ അൽ മുദരിസ് ലിമ ഖറജ്ത മിനൽ ഫസ്ലി യാ അമ്മാറു. ലിമ ഖറജ്ത മിനൽ ഫസ്ലി യാ അമ്മാറു. ഇതർത്ഥം, അമ്മാർ നീ എന്തിനാ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി? ഖറജ്തു ലി അശ്റബൽ മാഅ. ഖറജ്തു ലി അശ്റബൽ മാഅ. എന്താ വന്നിരിക്കുന്നത് ഇവിടെ? ലിക്ക് ശേഷം അപൂർണക്രിയ വന്നു. അപൂർണക്രിയയുടെ അവസാനം എന്ത് വന്നു? ഫത്തഹ വന്നു. അതാ നസ്ബ് ചെയ്തിരിക്കുക. അപ്പൊ എന്താ അതിന് കാരണം? അൻ മറഞ്ഞു വന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. അവിടെ നമ്മൾ കാരണം പറയുന്ന ലായാണ് വന്നിരിക്കുന്നത്. ഇത്രയും അതിന്റെ ശരിക്കുമുള്ള വിശദീകരണമാണ്. എളുപ്പത്തിൽ നമ്മൾ നോക്കിയാൽ സാധാരണഗതിയിൽ കെസ്ർ വരുത്തുന്ന ലീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെസ്ർ വരുത്തുന്ന ലീക്ക് ശേഷം എന്തായിരിക്കും വരിക? നൗൺ ആയിരിക്കും, വെർബ് ആയിരിക്കും വരിക? നാമമായിരിക്കും വരിക. ലില്ലാഹി ലി കിതാബിൻ എന്നൊക്കെ പറയുമ്പോൾ കെസ്ർ വരുത്തുന്ന ലായാണെങ്കിൽ അത് അതിനുശേഷം നൗൺ ആയിരിക്കും വരിക, നാമമായിരിക്കും വരിക, ഒരു ഇസ്മായിരിക്കും വരിക. ഇവിടെ എന്താണ്? ലീക്ക് ശേഷം ഒരു അപൂർണ ക്രിയയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ലീക്ക് ശേഷം അപൂർണ ക്രിയ വന്നാൽ നസ്ബ് ചെയ്യണം. ലീക്ക് ശേഷം നൗൺ വന്നാൽ എന്ത് ചെയ്യണം? ലീക്ക് ശേഷം അപൂർണ ക്രിയയാണ് വരുന്നതെങ്കിൽ ആ ലീയുടെ ശേഷം എന്തുണ്ടാകും? അറിഞ്ഞിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ നസ്ബ് ചെയ്യുക. നസ്ബ് ചെയ്യാനുള്ള കാരണം യഥാർത്ഥത്തിൽ അൻ മറഞ്ഞതാണ്, അല്ലെങ്കിൽ നമുക്ക് ലാമു തഅലീൽ എന്ന് പറയാം. അപ്പൊ ഇത് കെസ്ർ വരുത്തുന്ന ലാ അല്ല, മറിച്ച് എന്താണ്? കാരണം പറയാനുള്ള ലാ പറഞ്ഞു. ലാമു തഅലീൽ എല്ലാത്തും പറഞ്ഞ കാരണം. കാരണം എന്തിനാണ് പോയത്? അശ്റബൽ മാ, വെള്ളം കുടിക്കുന്നതിന് വേണ്ടി. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ ആ വേണ്ടി കാരണം പറയുന്നതിനുള്ള ലായാണ്. ലാ എന്ന ലാം എന്നാണ് പറയുന്നത്. ലാം എന്നാണ്, പക്ഷെ ലി എന്നാണ് പറയുന്ന. ലാം എന്ന് പറഞ്ഞാൽ അക്ഷരത്തിന്റെ പേര് മാത്രമേ പറയൂ. ആ അർത്ഥത്തിലാണ് ലി എന്ന് പറയുന്നത്. അൽ മുദരിസ് വലീമ ഖറജ യാസിറുൻ മഅക. വലീമ, എന്തുകൊണ്ടാണ് ഖറജ യാസിറുൻ മഅക? യാസിർ നിന്നോടൊപ്പം പോയത് എന്തിനാ? പുറത്തു പോയത്? ഉമർ. അപ്പോ ഉമർ പറഞ്ഞു ഹുവ ഖറജ ലിയഗ്സില വജ്ഹഹു. ലിയഗ്സില,
അപ്പോ ലാമു തഅലീൽ അഥവാ ടീച്ചർ കേറിയില്ല. അസ്സലാമു അലൈക്കും സർ. വെയിറ്റ്. എന്താ പറഞ്ഞേ? നിങ്ങളെ പേര് കാണിക്കുന്നില്ല. എന്താ പേര്? ഹമീദാണ്. അമീക. ഓക്കെ. ഹോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഖറജ ലിയഗ്സില വജ്ഹഹു. അവൻ പോയത് എന്തിനാണ്? ലിയഗ്സില. അപ്പൊ കാലം പറയുന്ന ലാം ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അപൂർണ ക്രിയയുടെ അവസാനം അപൂർണ ക്രിയക്ക് നസ്ബ് ചെയ്തു. നസ്ബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവസാനം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നസ്ബ് വരുന്നത് അവസാനം വരും. ലിയഗ്സില വജ്ഹഹു. വജ്ഹഹു. അപ്പൊ വജ്ഹ എന്താണ്? വജ്ഹ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഒബ്ജക്റ്റിന്റെ അടയാളമായ നാമത്തിന് നാമ ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അവിടെ നസ്ബ് വരും. ഹുമയൂൻ പറഞ്ഞു, യാ ഉസ്താദ് അന ഉരീദു അൻ അജ്ലിസ ഹുന അമാമക്. ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ ഇവിടെ എന്താണ് അന ഉരീദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഉരീദുവിന്റെ വെർബൽ മീനിങ് അല്ല, വേർഡ് മീനിങ് അല്ല. മറിച്ച് എന്താ? ഐ വുഡ് ലൈക്ക് എന്ന അർത്ഥമാണ്. ഐ വാണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കണം. ഹുന അമാമക്ക, താങ്കളുടെ മുന്നിൽ എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഇരിക്കണം. ഐ വാണ്ട് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്ന അർത്ഥത്തിലാണ് ഉരീദു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഉരീദു അൻ എന്നാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോ എന്ത് ചെയ്തു? മക്കാദി. മക്കാദ് എന്താ? മക്കാദ് ഖുർആനിൽ വായിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? മക്കാദുണ്ട്, മക്കായിദുണ്ട്. സൂറത്ത് ജിന്നിൽ മക്കായിദുണ്ട്. മക്കാദുണ്ട്. എവിടെയുണ്ട്? മക്കാദ് ഈ മക്കാദി സിദ്ഖിൻ ഉണ്ട്. സുഹൃത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോ മക്കാദ് സീറ്റ്, അതിന്റെ ബഹുവചനമാണ് മക്കാദി. മക്കാദി ബഈദുൻ അൻക, എന്റെ സീറ്റ് താങ്കളിൽ നിന്നും ബഈദാണ്, വളരെ അകലെയാണ്. ومن هناك لا أرى ما تكتب على السبورة. ومن هناك, അവിടെ നിന്ന്, മിൻ ഹുനാക ലാ അറ, ഞാൻ കാണുന്നില്ല, മാ തക്തുബു, ലാ അറ മാ തക്തുബു. അപ്പൊ മാ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പഠിച്ചു. മാ എന്ത് മായാണ്? മാ രണ്ട് സംഗതികളെ ബന്ധിപ്പിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആയ മായ. മാ തക്തുബു, എന്താണോ താങ്കൾ എഴുതുന്നത് അത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ലാ അറ, ലാക്ക് ശേഷം അപൂർണക്രിയ പറഞ്ഞത് എന്താണ്? ലാ അറ, ഞാൻ കാണുന്നില്ല. ഞാൻ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അല സബൂർ, മാ തക്തുബു അല സബൂറത്തി, താങ്കൾ ഓടരുത്. അൽ മുദരിസ് യുംകിനുക അൻ തജ്ലിസ. അപ്പൊ എന്താണ്? യുംകിനു എന്ന പ്രയോഗമാണ്. ഇപ്പൊ യുംകിനിന്റെ തുടക്കത്തിൽ യാ ഉള്ളത് കൊണ്ട് അത് മറഞ്ഞ ആളെ കുറിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കണ്ട. മറിച്ച് എന്താണ്? യുംകിനു എന്ന പദം
ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്, എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുക. പിന്നെ അതിന്റെ കൂടെ ക ഉപയോഗിച്ചപ്പോൾ എന്തായി? ക നിന്നെ എന്നാണ്, അല്ലെങ്കിൽ നിനക്ക്. അപ്പൊ യുംകിനു ക, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു, നിനക്ക് പറ്റും, സാധ്യമാണ്. അൻ തജ്ലിസ, ഇരിക്കുന്നതിന് വേണ്ടി. യുംകിനുക അൻ തജ്ലിസ, നിനക്ക് ഇരിക്കാൻ പറ്റും. യു ക്യാൻ സിറ്റ്. അപ്പൊ യു ക്യാൻ എന്ന് പറയുന്നതിന് എന്താ ഉപയോഗിച്ചത്? യുംകിനുക. അപ്പൊ ഓരോ വാക്ക്, ആ വാക്ക് പ്രത്യേകം അടയാളപ്പെടുത്തണം കേട്ടോ. ലാമത്തെ അലീലും അതേപോലെ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞത്, ലി അഷ്റബ പറഞ്ഞു, ലി അഗസില പറഞ്ഞു, അവിടെയൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യണം. വേറെ കളറുണ്ട്. യുംകിനു വേറെ കളറുണ്ട്, ഹൈലൈറ്റ് ചെയ്യണം. കാ എന്ത് ചെയ്യണം? കാ റൗണ്ട് ചെയ്യുക. കാരണം കാ ഇനിയും വരുന്നുണ്ട്, കായുടെ സ്ഥാനത്ത് വേറെ സംഗതി വരും. അപ്പൊ യുംകിനു ക, നിനക്ക് സാധ്യമാണ്. ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കണം. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കാതിരുന്നാൽ ഭയങ്കര ഭാരമാണെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ പഠിച്ചോ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ്. ഇനി അടുത്ത പാഠത്തിൽ വരുമ്പോൾ ഇത്രയും വിശദമായിട്ട് പറയും. അൻ തജ്ലിസ ഹുന, ഇവിടെ ഇരിക്കാം. അൽ ആൻ, ഇപ്പോൾ. ഇപ്പോ. യു ക്യാൻ സിറ്റ് ഹിയർ നൗ. ഹദാ മഖാദു ഹംസത, ഇത് ഹംസയുടെ മഖാദാണ്. എന്താണ് മഖാദു ഹംസത്തി എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ് ഹംസയുടെ എന്ന അർത്ഥത്തിൽ. അനറബി പദമായിരുന്നു. അനറബി പദമല്ല, താഴെയുള്ള പദമായതുകൊണ്ട്. താഴെയുള്ള പ്രോപ്പർ നൗൺ ആയതുകൊണ്ട്. താഴെയുള്ള പ്രോപ്പർ നൗൺ ആണെങ്കിൽ, വ്യക്തിയുടെ സ്ഥലത്തിന്റെ പേരാണെങ്കിൽ ജർറ് സ്വീകരിക്കുകയില്ല. രണ്ട് സംഗതി ഉണ്ട് അതിന്. ഒന്ന് തെമ്മീൻ വരികയില്ല, അതേപോലെ കെസർ വരിക. ഹദാ മഖാദു ഹംസ, അതിന് കെസറിന് പകരം എന്ത് ചെയ്യും? ഫതഹത്ത് കൊടുക്കും. ഹദാ മഖാദു ഹംസത, ഇത് ഹംസയുടെ സീറ്റാണ്. വഹുവ ഗായിബുൻ മുൻദു ഉസ്ബുഇൻ, മുൻദു ഹൈലൈറ്റ് ചെയ്യുക. വേറൊരു കളർ കൊണ്ട്, വേറൊരു പോയിന്റ്. എത്ര കളറുണ്ട് നിങ്ങളുടെ അടുത്ത്? കളറൊക്കെ വാങ്ങി വെച്ചേക്കാണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം കുറച്ച് കളർ. തൽക്കാലം ഞാൻ 3 വാങ്ങി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാൻ വേണ്ടി. ഈ കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യും. കളറെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. നമ്മളെ മൈൻഡിലേക്ക് എനർജി കൂടെ തരുന്ന ഒരു സംഭവം കൂടിയാണ് കളർ. കളർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ മുൻസു അടയാളപ്പെടുത്തി. മുൻസു എന്ന് പറഞ്ഞാൽ എന്താ? സിൻസ്, അത് മുതൽ. മുൻസു ഉസ്ബുഇൻ, ഒരാഴ്ചയായി. ഒരാഴ്ചയായി. സിൻസ് 1 വീക്ക്, ഒരാഴ്ചയായി. അപ്പൊ അതിനെന്ത് പറയും? മുൻസു. മുൻസു ഉസ്ബുഇൻ, ഒരാഴ്ചയോളമായി അവൻ എന്താണ്? ആബ്സെന്റ് ആണ്. അതുകൊണ്ട് നിനക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം. ഇവിടെ രണ്ട് സംഗതി പറഞ്ഞു. ഒന്ന് യുംകിനു ആണ്, രണ്ട് മുൻസു ആണ്. അപ്പൊ യുംകിനു ക, നിനക്ക് പറ്റും എന്ന് പറയുന്നത് എന്ത് ചെയ്തു? യുംകിനു ക എന്ന് ഉപയോഗിച്ചു. യുംകിനുവിന്റെ കൂടെ തന്നെ ചേർത്ത് ക ഉപയോഗിച്ചു. ഇസ്മഉ യാ അബ്നാഇ, ഇസ്മഉ യാ അബ്നാഇ, അർത്ഥം മക്കളെ കേൾക്കൂ. അപ്പൊ മുദരിസ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കേൾക്കൂ എന്നല്ല. ഇസ്മഉ യാ അബ്നാഇ, മൈ ചിൽഡ്രൻ, listen to me. തബ്ദഉ ഉത്ലത്തു സൈഫി ബഅദ ശഹ്രിൻ. തബ്ദഉ, ബദഅ ആരംഭിച്ചു. ബദഅ യബ്ദഉ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എവിടെയുണ്ട്? ബദഅ യബ്ദഉ, ബദഅ ആരംഭിച്ചു, യബ്ദഉ ആരംഭിക്കും. ബദഅ ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? ബദഉ എന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. ബദഉ. അപ്പോ തബ്ദഉവിന്റെ സബ്ജക്റ്റ് ഏതാണ്? ഉത്ലത്തു എന്നതാണ്. ഉത്ലത്തു എന്ന സ്ത്രീലിംഗമാണ് അതിന്റെ
കർത്താവ്, അതുകൊണ്ട് യബ്ദഉന് പകരം തബ്ദഉ ഉണ്ട്. തബ്ദഉ ഉത്ലത്തു സൈഫി. ഉത്ലത്ത് മീൻസ് ഹോളിഡേ, അവധി. ഉത്ലത്ത് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനാണ് ഉത്ലത്ത് എന്ന് പറയും കേട്ടോ. ഓരോന്നിനും ഓരോ ഇതുണ്ട്. നമ്മൾ അവധി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എന്തല്ല, അന്ന് വർക്കിംഗ് ഇല്ല എന്ന അറിവിലാണ് ഉത്ലത്ത് എന്ന പദം ഉപയോഗിക്കുന്നത്. അത് പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ വേറെ ഏതെങ്കിലും ഫോം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഇത് മാറി വരാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ റൂട്ട് പറഞ്ഞത്. ഉത്ലത്തു സൈഫ്. സൈഫ് നമുക്കറിയാം, സൂറത്തു ഖുറൈശിൽ സൈഫ് ഉണ്ടല്ലോ. എവിടത്തെ ഷിറ്റായി സൈഫ്. എന്താ സൈഫ്? ഉഷ്ണകാലം. സമ്മർ, ഉഷ്ണകാലം. അപ്പൊ ഉഷ്ണകാല അവധി, സമ്മർ വെക്കേഷൻ ആരംഭിക്കും ബഅദ ശഹരിൻ. ബഅദ ശഹരിൻ. അപ്പൊ ബഅദയുടെയും ഖബലയുടെയും ശേഷമുള്ളതിന് എപ്പോഴും എന്തായിരിക്കും? കസ്റായിരിക്കും. കുല്ലു ഷൈഇൻ ബഅദ ജുറൂർ. ബഅദയുടെ ശേഷമുള്ള എല്ലാം എന്തായിരിക്കും? കസ്റയായിരിക്കും. ഐന തദ്ഹബൂന ഫീ ഹാദിഹിൽ ഉത്ലതി. ഐന തദ്ഹബൂന, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഫീ ഹാദിഹിൽ ഉത്ലതി, ഈ അവധിക്കാലം, ഈ അവധിക്ക് നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ബഅദു തുല്ലാബ്, കുറെ കുട്ടികൾ. ബഅദു തുല്ലാബ്, കുറച്ച് കുട്ടികൾ. അതൊരു പ്രയോഗമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ബഅദു തുല്ലാബി, കുറച്ച് കുട്ടികൾ. അവർ പറഞ്ഞു നുരീദു അൻ നദ്ഹബ. അപ്പോ നേരത്തെ പറഞ്ഞു ഉരീദു അൻ അജ്ലിസ. അപ്പൊ ഉരീദു അൻ അല്ലെങ്കിൽ നുരീദു അൻ പ്രയോഗമാണ് നമ്മൾ പറഞ്ഞു. അപ്പോ നേരത്തെ യുംകിനു വന്നതുപോലെയല്ല. യുംകിനുവിന്റെ ആദ്യത്തിൽ മാറുന്നില്ല. യുംകിനുവിന്റെ ആദ്യത്തിൽ മാറുന്നില്ല. അതേസമയം അറാദ യുരീദു എന്ന് പറയുന്നതിന് യുരീദു എന്ന് പറയുന്നിടത്ത് ഉരീദു അൻ അജ്ലിസ എന്ന് പറഞ്ഞു. ഞാനിരിക്കുന്നതിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അതിന്റെ തുടക്കത്തില് റൂട്ട്, അതിന്റെ ബേസിക് വേർഡ് തന്നെ മാറി, ഉരീദു എന്നായി. ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നുരീദു. അതിന്റെ ശരിയായ ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ക്രിയയുടെ ശരിയായ രൂപം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് പറയണമെങ്കിൽ നുരീദു എന്ന് പറയണമല്ലോ. അപ്പൊ ഇവിടെ ഐ വാണ്ട് അല്ലെങ്കിൽ വി വാണ്ട് എന്ന് പറയുന്നതിന് എന്ത് ചെയ്തു? നുരീദു എന്ന് ഉപയോഗിച്ചു. നുരീദു അൻ നദ്ഹബ ഇലാ ബിലാദിന. വി വുഡ് ലൈക്ക് ടു ഗോ ടു അവർ കൺട്രി. ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. നുരീദു അൻ നദ്ഹബ. അപ്പൊ അതെന്ത് ചെയ്യുക? കളർ ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ കളർ പെൻ ഉപയോഗിക്കണം, മൾട്ടി കളർ ഉപയോഗിക്കണം. നുരീദു അൻ നദ്ഹബ ഇലാ ബിലാദിന, ഞങ്ങളുടെ നാട്. ബിലാദ് ബലദിന്റെ ബഹുവചനം ബിലാദ്. ബലദ് ബിലാദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. നാട്, അതിന്റെ ബഹുവചനമാണ് ബിലാദ്. അൽ മുദർരിസ്. അയിന തുരീദു അൻ തദ്ഹബ. എന്തായി? നേരത്തെ ഉരീദു അൻ അജ്ലിസ എന്ന് പറഞ്ഞു. ഇവിടെ മുകളിൽ നുരീദു അൻ നദ്ഹബ എന്ന്. അപ്പൊ നീ ആഗ്രഹിക്കുന്ന, നിനക്ക് എവിടെ പോകണം എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? തുരീദു അൻ തദ്ഹബ എന്ന് പറയാം. അപ്പോ ആ ക്രിയ, തദ്ഹബ എന്ന ക്രിയ പ്രോപ്പർ ഫോമിലായിരിക്കണം. അതേപോലെ തുരീദു എന്നതും പ്രോപ്പർ ഫോമിൽ ആയിരിക്കണം. അതിനെ തുരീദു അൻ തദ്ഹബ അൻത യാ ഹാഷിം. ഹാഷിമെ, നീ എവിടെ പോകാനാണ് ഉദ്ദേശിച്ചത്? നിനക്ക് എവിടെ പോകണം? ഹാഷിം തുരീദു അൻ അദ്ഹബ ഇലാ മിസ്ര. ഇലാ മിസ്ര, മിസ്രിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിസ്ര എന്താണ്? മിസ്ര അനറബിയാണ്. ഈജിപ്ത് യഥാർത്ഥത്തിൽ അറബി പ്രദേശപ്പെട്ടല്ല. പിന്നീട് ഇസ്ലാമിക ഭരണം വ്യാപിച്ചപ്പോഴാണ് അവിടെ എത്തിയത്. ഈജിപ്തിലും മുസ്ലിങ്ങൾ വ്യാപിച്ചത്. അങ്ങനെയാണ് അവിടുത്തെ ഭാഷയും എന്തായി മാറിയത്? അറബിയായി. ഉരീദു അൻ അദ്ഹബ ഇലാ മിസ്ര.
അപ്പൊ എന്താണ് ഇവിടെ മിസ്റിന് പകർ മുൻസരിപ്പാണ്. ഇല വന്നപ്പോ കെസർ കൊടുത്തില്ല, കെസറിന് പകരം ഫത്തഹത്ത് കൊടുത്തു. അൽമുദരിസ് ലിമ തുരീദു അൻ തദ്ഹബ ഇലാ മിസ്ര. അപ്പോ അതിന്റെ ഫോം മാറി. ലിമ തുരീദു അൻ തദ്ഹബ. ഇവിടെ മുകളിൽ പറഞ്ഞ അതേ സംഗതിയാണ്. തുരീദു അൻ തദ്ഹബ, തുരീദു അൻ അദ്ഹബ, ഞാൻ പോകാൻ ആഗ്രഹിക്കും. തുരീദു അൻ തദ്ഹബ, നീ പോകാൻ ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ് നീ മിസ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത്? ഹാഷിം ഉരീദു അൻ അദ്ഹബ ഇലാ മിസ്ര ലി അസൂറ. അപ്പൊ ലാമുൽ താലീൽ ഉണ്ട്. ലാമുൽ താലീൽ നേരത്തെ ഏത് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തോ അതേ കളർ കൊണ്ട് ഇവിടെയും ഹൈലൈറ്റ് ചെയ്യാം. ലി അസൂറ, ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. സാറ യസൂറു, വിസിറ്റ് ചെയ്തു. ലി അസൂറ അഹി, എന്റെ സഹോദരനെ വിസിറ്റ് ചെയ്യാൻ ഇതിന് വേണ്ടി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഉരീദു അൻ അദ്ഹബ, അല്ലെങ്കിൽ ഞാൻ പോകാൻ എനിക്ക് പോകണം, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ലി അസൂറ, വിസിറ്റ് ചെയ്യുന്നതിന്, ഞാൻ വിസിറ്റ് ചെയ്യുന്നതിന്. അഹി, ആരെ? എന്റെ സഹോദരനെ. അപ്പൊ അഹി എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? എന്ത് സ്ഥാനത്താണ് വന്നിരിക്കുന്നത്? സെന്റൻസിലെ കർമ്മത്തിന്റെ സ്ഥാനത്താണ്, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അവിടെ എന്ത് ചെയ്തിട്ടില്ല? അഹനി കെസ്ർ കൊടുത്തില്ല, അല്ല നെസ്ബ് കൊടുത്തില്ല. ഫത്തഹത്ത് വേണ്ടേ അവിടെ? അസൂറ ആരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി? അഹിനെ സിയാറത്ത് ചെയ്യാൻ. അതിനുശേഷം ജാഉൽ മുത്തകല്ലിം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഫത്തഹ വരാത്തത്. അല്ലദീ യദുറുസു, അവൻ എന്ത് ചെയ്യുന്നു? the one who, alladhi means the one who yadrusu fi jamiati azhar, അവൻ ജാമിയ അൽ അസ്ഹറിലാണ് പഠിക്കുന്നത്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ജാമിയത്തുൽ അസ്ഹരി, ജാമിയത്തുൽ അസ്ഹറിൽ പഠിക്കുന്ന എന്റെ ബ്രദറിനെ വിസിറ്റ് ചെയ്യാനാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അൽമുദരിസ് وأين تدرس أنت وأين تريد أنت وأين تريد أن تذهب أنت يا يوسف. യൂസുഫെ, നീ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ ആ ഉരീദു അല്ലെങ്കിൽ തുരീദു എന്ന പ്രയോഗം നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് സെന്റൻസ് പറഞ്ഞു. യൂസുഫ് പറഞ്ഞു ഉരീദു അൻ അദ്ഹബ ഇലാ ലണ്ടന. ഇലാ ലണ്ടന, നാനൂറ് പദമായതുകൊണ്ട് അവിടെയും കെസ് വന്നില്ല. ഇലാ ലണ്ടന, ഞാൻ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു? ലണ്ടനിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അൽമുദരിസ് അലാ തുരീദു അൻ തദ്ഹബ ഇലാ ബലദിക. അലാ തുരീദു അൻ തദ്ഹബ ഇലാ ബലദിക, നിന്റെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? അലാ തുരീദു, നീ ആഗ്രഹിക്കുന്നില്ലേ? യൂസുഫ് നാം ലാ ഉരീദു, നാം ലാ ഉരീദു, അതെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുള്ള നാം എന്ന് പറഞ്ഞത് ആഗ്രഹിക്കുന്നില്ലേ? ചോദ്യം അലാ തുരീദു എന്നാണ്. നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഞാൻ, അതെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലാ ഉരീദു, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലാ ഉരീദു അൻ അദ്ഹബ ഇലാ ബലദി, എന്റെ നാട്ടിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോൾ? ഹാദിഹി സനതി, അല്ലെങ്കിൽ ഹാദിഹി സനത, ഈ വർഷം. ഹാദിഹി സനത ഇലാ ബലദി, ഹാദിഹി സനത, ഈ വർഷം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉരീദു അൻ അദ്ഹബ ഇലാ ലണ്ടന. ഹാദിഹി സനത്ത എന്ന് പറയാൻ കാരണം എന്താ? സനത്തിന് നെസ്ബ് വരാൻ കാരണം അത് സ്ഥലകാല സംബന്ധിയായി ഉപയോഗിച്ചതുകൊണ്ടാണ്. സ്ഥലകാല സംബന്ധി. സനത്ത് എന്താണ്? കാലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥലകാല സംബന്ധിയായ പദത്തിന് എന്ത് ചെയ്യും? നെസ്ബ് കൊടുക്കും. അല്യോമ അക്മൽത്ത് ലക്കും എന്ന് പറഞ്ഞു. അതേപോലെ അസ്സനത്ത, ഹാദിഹി സനത്ത, ഈ വർഷം. ഉരീദു അൻ അദ്ഹബ ഇലാ ലണ്ടന ലിഅദ്റുസ ലുഗത്തൽ ഇൻഗ്ലീസിയ്യത ഹുനാക. ഉരീദു അൻ അദ്ഹബ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഇലാ ലണ്ടന, ലണ്ടനിലേക്ക്. ലിഅദ്റുസ, ഇതിനു വേണ്ടി. ലിഅദ്റുസ, ഞാൻ പഠിക്കുന്നതിന് വേണ്ടി. ലാമത്തെ അഴിയിലൊന്നും നേരത്തെയുള്ള കളർ, അതേ കളർ തന്നെ ഇടപെടും.
اللغة الإنجليزية ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഹുനാക്ക അവിടെ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ലണ്ടനിലാണ് പോകും, അമേരിക്കയിലല്ല പോകും. ഇവിടെ ലീ അതുറുസ ലീ വരുമ്പോഴത്തേക്ക് ക്ലാസ്സിന്റെ തുടക്കം പോലും ഇല്ലായിരുന്നോ? ഇല്ല ഉസ്താദെ, തുടക്കത്തിലില്ലായിരുന്നു. ലി അദുറുസ എന്ന് പറഞ്ഞാല് ദറസ യദുറുസു എന്നത് എന്താണ്? ഒരു അപൂർണ ക്രിയയാണ്. അപ്പോ അദുറുസു എന്നാണ് അത് ശരിക്കും വരേണ്ടത്. അതിന് മുമ്പ് എന്ത് ചെയ്തു? ഒരു ലീ വന്നു. അപ്പൊ അപൂർണ ക്രിയയുടെ മുമ്പ് ലീ വന്നാൽ അത് കാരണം പറയാനുള്ള ലീ ആയിരിക്കും, കസ്ർ വരുത്തുന്ന ലീ അല്ല. കസ്ർ വരുത്തുന്ന ലീ വരുന്നത് നാമത്തിന്റെ മുമ്പിലായിരിക്കും. ക്രിയയുടെ മുമ്പിൽ, അപൂർണ ക്രിയയുടെ മുമ്പിലാണ് ലീ വരിക. അത് കാരണം പറയാനുള്ള ലീ ആയിരിക്കും. അപ്പോൾ അതിന് അൻ മറഞ്ഞ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അൻ വന്നാൽ നെക്സ്റ്റ് ചെയ്യണം ഇത് അൻതദ്ഹബ എന്ന് പറയും. അതേപോലെ അൻ അദുറുസ എന്നാണ് വരിക. അപ്പോ ഇല ലണ്ടന ബി അൻ അദുറുസ എന്നാണ് യഥാർത്ഥത്തിൽ അത് അതിന്റെ സാരം. അപ്പൊ അൻ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അൻ പറയണമെന്നില്ല, മറിച്ച് എന്താണ് ലീ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്. ലി അദുറുസ, ലി അദുറുസ ലുഗത്തൽ ഇംഗ്ലീസിയത്ത, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി. അൽ മുദരിസ് അലാ യുംകിനുക അൻ തദ്റുസ ലുഗത്തൽ ഇംഗ്ലീസിയത്ത ഫീ ബലദിക. അപ്പൊ യുംകിനു എന്ന സംഗതി വീണ്ടും വന്നു. അവിടെയും യുംകിനുക, നിനക്ക് സാധ്യമാകും എന്നാണ്. അലാ ഇല്ലേ, അലാ യുംകിനുക, ഈസ്ന്റ് ഇറ്റ് പോസിബിൾ. യുംകിനുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു. അലാ യുംകിനുക, ഈസ്ന്റ് ഇറ്റ് പോസിബിൾ ഫോർ യു, നിനക്ക് സാധ്യമല്ലേ? അൻ തദ്റുസ ലുഗത്തൽ ഇംഗ്ലീസിയത്ത ഫീ ബലദിക, നിന്റെ നാട്ടിൽ നിനക്ക് പഠിക്കാൻ സാധ്യമല്ലേ, സാധിക്കുകയില്ലേ ലുഗത്തൽ ഇംഗ്ലീസിയ. യൂസുഫ് ഞാൻ അലാ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ അതെ, ലാ യുംകിനുനി, എനിക്ക് സാധ്യമല്ല. അപ്പൊ എന്ത് പറഞ്ഞു? യുംകിനുക എന്ന് പറഞ്ഞു. ഈസ് പോസിബിൾ ഫോർ യു എന്ന് ചോദിച്ചു. ആരോട് പറഞ്ഞപ്പോ എന്താണ്? ലാ യുംകിനുനി, എനിക്ക് സാധ്യമല്ല. അപ്പോ എവിടെയാണ് യുംകിനുവിന്റെ തുടക്കത്തിൽ മാറ്റം ഉണ്ടാവില്ല, അല്ല യുംകിനു എന്ന ആ ഫോമില് മാറ്റം ഉണ്ടാവുകയില്ല, മറിച്ച് ആർക്ക് പോസിബിൾ ആണ് എന്ന് പറയുന്നിടത്ത് മാറ്റം ഉണ്ടാവും. യുംകിനുക, നിനക്ക് സാധ്യമാണ്. യുംകിനുനി, എനിക്ക് സാധ്യമാണ്. ലി അന്ന അഹ്ല ബലദി, ലി അന്ന എന്തുകൊണ്ടെന്നാൽ, ലി അന്ന കാരണം, അഹ്ല ബലദി എന്റെ നാട്ടുകാർ, അഹ്ലുൽ കിതാബ് കിതാബിന്റെ ആൾക്കാർ, അഹ്ല ബലദി എന്റെ നാട്ടിലെ ആൾക്കാർ, യദ്റസൂനൽ ലുഗത്തൽ ഫിറൻസിയത്ത, അവരെന്താ പഠിക്കുന്നത്? അഹ്ല ബലദി എന്റെ നാട്ടുകാർ യദ്റസൂനൽ ലുഗത്തൽ ഫിറൻസിയത്ത, അവര് ഫ്രഞ്ചാണ് പഠിക്കുന്നത്. വലാ യദ്റസൂനൽ ലുഗത്തൽ ഇംഗ്ലീസിയത്ത, അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. വലാ യദ്റസൂനൽ ലുഗത്തൽ ഇംഗ്ലീസിയത്ത. അൽ മുദരിസ് في أي كلية تريد أن تدرس في العام المقبل يا مروان؟ في أي كلية؟ كلية എന്താണെന്ന് പറഞ്ഞത് മുമ്പ്? കുല്ലിയത്തിന്റെ എന്താ അർത്ഥം പറഞ്ഞത്? ഫാക്കൽറ്റി. ഫാക്കൽറ്റി. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കുല്ലിയത്ത് സെപ്പറേറ്റ് ആണുള്ളതെങ്കിൽ, യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആണെങ്കിൽ കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കോളേജാണ്. കുല്ലിയത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്താണെങ്കിൽ കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി, ഡിപ്പാർട്ട്മെന്റ്. ഫി അയ്യി കുല്ലിയത്തിന്, ഏത് ഫാക്കൽറ്റിയിലാണ്? തുരീദു അൻ തദ്റുസ, നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിൽ ആമിൽ മുഖബിൽ, വരുന്ന, ആമുൽ മുഖബിൽ വരുന്ന വർഷം, ആമുൽ മാളി കഴിഞ്ഞ വർഷം, ആമുൽ മുഖബിൽ വരുന്ന വർഷം, ആമു വർഷം, ആമുകൊണ്ട് ഖുർആനിൽ. ഫി ആമിൽ മുഖബിൽ വരുന്ന വർഷം. യാ മർവാനു, മർവാനെ നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് ഫാക്കൽറ്റിയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? മർവാൻ. ഉരീദു അൻ അദ്റുസ
ഫി കുല്ലിയത്തി ശരിയ. ഞാൻ ഏതിലാണ്? കുല്ലിയത്തി ശരിയയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിയ എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി ഓഫ് ലോ. കുല്ലിയത്ത് ശരിയാണ്. ശരിയത്ത് നിയമം അറിയാമല്ലോ. ശരിയത്ത് നിയമം എന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു? ശരിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിയമമാണ്. അപ്പൊ അതാണ് കുല്ലിയത്ത് ശരിയ. മറുവാൻ അല്ല മുദരിസ് في أي كلية تريد أن تدرس أنت يا موسى؟ മൂസ, നീ ഏത് ഫാക്കൽറ്റിയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? മൂസ ലാ യുംകിനു നീ, നേരത്തെ പറഞ്ഞ യുംകിനു നീ is possible for me. ലാ യുംകിനു നീ is not possible for me അൻ അദ്റുസ, എനിക്ക് പഠിക്കാൻ കഴിയുകയില്ല. അൻ അദ്റുസ പഠിക്കാൻ, ബിൽ ജാമിഅതി യൂണിവേഴ്സിറ്റിയിൽ, ഫിൽ ആമിൽ മുഖ്ബിൽ വരുന്ന വർഷം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ذلك لأنني അത് ഈ അന്നനി കാരണം ഞാൻ, അന്നനി എന്നുള്ളത് ലിഅന്നി എന്നും പറയാം, ലിഅന്നനി എന്നും പറയാം. ലിഅന്നനി മരീദുൻ, ഞാൻ എന്താണ്? രോഗിയാണ്. وأريد أن أذهب إلى الولايات المتحدة للعلاج. أريد أن أذهب, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഇല വിലായാത്തിൽ മുത്തഹിദ. മുത്തഹിദ എന്താണ്? മുത്തഹിദ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ്. അൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി. അൽ വിലായാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ്. വിലായത്തുൻ സ്റ്റേറ്റ്, വിലായാത്ത് സ്റ്റേറ്റുകൾ. വിലായാത്തിൽ മുത്തഹിദ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ലിൽ ഇലാജ്, ഇലാജ് ട്രീറ്റ്മെന്റ്, ഇലാജ് ചികിത്സയ്ക്ക് വേണ്ടി. നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇവിടെ പുതിയ വാക്കുകളുടെ കുറിച്ച് കൊടുത്തിട്ടില്ല. ഇലാജ് ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ US പോകാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദിയിലും ഇലാജ് തന്നെ. എങ്ങനെ? ഹിന്ദിയിലും ഇലാജ് തന്നെയാണ് ചികിത്സ. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് അതറിയില്ല. ഇലാജ് അൽ മുദരിസ് ഷഫാക്ക് അല്ലാഹ്, അള്ളാഹ് നിനക്ക് ഷിഫ നൽകട്ടെ. ഷഫാക്ക് അല്ലാഹ് പറയുന്നതാണ്, അതൊരു ദുആയാണ്, പ്രാർത്ഥനയാണ്. ഷഫാക്ക് അല്ലാഹ്, അള്ളാഹ് നിനക്ക് ഷിഫ നൽകട്ടെ. ഒരാൾ രോഗിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ പറയേണ്ടത്? ആഹാ, ആണോ, അങ്ങനെയാണോ, കഷ്ടമായി പോയില്ല, അങ്ങനെയല്ല. അത് എന്താണ്? ഷഫാക്ക് അല്ലാഹ്, അള്ളാഹ് നിനക്ക് ഷിഫ തരട്ടെ. മറുവൻ അംർ യാ ഉസ്താദ് യക്കാദുൽ ജറസു യറിന്നു. നേരത്തെ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? യക്കാദുൽ ജറസു യറിന്നു, ബെല്ലടിക്കാറായി. ബെല്ലടിക്കാറായി, ബെല്ല് റിങ് ചെയ്യാറായി. എറിഞ്ഞു, റെന്നെ എറിഞ്ഞു, റിങ് ചെയ്യുന്നു. അർജു അൻ തസ്മഹ ലന, എന്തായി? തസ്മഹ അലൗ, അനുവദിക്കുക, പെർമിറ്റ്. സമഹ പെർമിറ്റ് ചെയ്തു. സമഹയുടെ കൂടെ എന്തുണ്ടാവും? ലീ ഉണ്ടാവും. ആർക്ക് പെർമിഷൻ കൊടുത്തു? ആർക്ക് പെർമിഷൻ കൊടുത്തു? എന്തിന് പെർമിഷൻ കൊടുത്തു? അപ്പോ ലീ ഉണ്ടാവും. അതേപോലെ എന്തിന് പെർമിഷൻ കൊടുത്തു? അതിന് ലീ ഉണ്ടാവും. തസ്മഹ ലന, ഞങ്ങൾക്ക് താങ്കൾ പെർമിറ്റ് തരുന്നതിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അർജു, പുതിയ കളർ, അർജു, ഐ റിക്വസ്റ്റ് അൻ തസ്മഹ ലന, താങ്കൾ ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നു. തസ്മഹ താങ്കൾ പെർമിറ്റ് നൽകി. അൻ തസ്മഹ താങ്കൾ പെർമിറ്റ് നൽകുന്നു. ലന ഞങ്ങൾക്ക്, ബിൽ ഖുറൂജി പോകുന്നതിന്. അപ്പൊ തസ്മഹ ബിൽ ഖുറൂജ്,
പോകുന്നതിന് അനുമതി നൽകിയില്ല. അവിടെ ബി ഉണ്ടാവും. അൽ ആൻ ഇപ്പോൾ. ഖബല അൻ യഖ്റുജ തുല്ലാബുൽ ആഖറൂൻ മറ്റ് സ്റ്റുഡൻസ് പുറത്തിറങ്ങുന്നതിന് മുമ്പ്. ഖബല അൻ യഖ്റുജ പുറത്തിറങ്ങുന്നതിന് മുമ്പ്. അത്തുല്ലാബു സ്റ്റുഡൻസ്, അൽ ആഖറൂൻ മറ്റുള്ളവരായ. അപ്പൊ യഖ്റുജു തുല്ലാബു, തുല്ലാബ് എന്താണ്? ബഹുവചനമാണ്. യഖ്റുജു എന്ന ഏകവചനമാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാ? ക്രിയ ആദ്യം പറയുകയും സബ്ജക്റ്റ് പിന്നെ പറയുകയും ചെയ്തുകൊണ്ട്. തുല്ലാബ് സബ്ജക്റ്റ്, ക്രിയയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. യഖ്റുജു തുല്ലാബ്. അൽ ആഖറൂൻ മറ്റുള്ളവർ. തുല്ലാബ് ബഹുവചനമായതുകൊണ്ട് അതിന് വിശേഷണമായിട്ടാണ് അൽ ആഖറൂൻ വരുന്നത്. അപ്പൊ അതിന്റെ തുല്യമായ ജെൻഡറും നമ്പറും ഉണ്ടാകണം. തുല്ലാബ് ബഹുവചനമാണ്, ആഖറൂൻ ബഹുവചനം. താലിബായിരുന്നെങ്കിൽ അത്താലിബുൽ ആഖർ മറ്റൊരു സ്റ്റുഡന്റ്. അൽ മുദരിസ്. ബഖിയ സലാസു ദഖായിഖ, ബഖിയ സലാസു ദഖായിഖ. ബഖിയ സലാസു, ബഖിയ ശേഷിച്ചു. എന്ത് ശേഷിച്ചു? സലാസു ശേഷിച്ചു, 3 എണ്ണം ശേഷിച്ചു. 3 എണ്ണം. ദഖായിഖ്. ദഖായിഖ് എന്താണ്? ദഖീഖത്തുൻ. ദഖീഖത്തുൻ മിനിറ്റ്. ദഖീഖത്തുൻ മിനിറ്റ്, സാനിയത്തുൻ സെക്കൻഡ്. ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ പുതിയ വാക്കുകളുടെ കൂട്ടത്തിലില്ല. ദഖായിഖ് എന്താണ്? മസാജിദ് പോലെ ആയതുകൊണ്ട് അത് ഗൈറു മുൻസരിഫാണ്, തൻവീൻ സ്വീകരിക്കാത്തതാണ്. അപ്പോൾ കസ്ർ വരില്ല. സലാസിന് ശേഷം വരുന്ന എണ്ണം 3 ശേഷം വരുന്ന എന്തായിരിക്കും? ബഹുവചനമായിരിക്കും, പക്ഷെ കസ്ർ കൊടുക്കണം. ഇവിടെ കസ്റിന് പകരം 10 കൊടുത്തു. ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട്, തൻവീൻ സ്വീകരിക്കാത്ത അഥവാ കസ്ർ സ്വീകരിക്കാത്തതായതുകൊണ്ട്. സലാസു ദഖായിഖ. യുംകിനുകും നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പൊ യുംകിനു ക വന്നു, യുംകിനു നീ വന്നു, അതേപോലെ യുംകിനു കും വന്നു. യുംകിനുകുമുൽ ഖുറൂജുൽ ആൻ, ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. 3 മിനിറ്റേ ബാക്കിയുള്ളൂ. ഉഖ്റുജു ബിഹുദൂഇൻ, ഉഖ്റുജു പൊയ്ക്കോളുക. ബിഹുദൂഇൻ, ഹുദൂ എന്താണ്? കാം, ശാന്തത. കാമും ക്വയറ്റും ക്വയറ്റായിട്ട് പോവാൻ. ബഹളം ഉണ്ടാക്കാതെ പോവാം. ബഹളം ഉണ്ടാക്കാതെ പോവാം. തംരീൻ. ലിമാദാ ഖറജ അമ്മാറുൻ വയാസിറുൻ മിനൽ ഫസ്ലി. അമ്മാറും യാസിറും എന്താ പോയത്? അമ്മാറു വൽ യാസിറു. ഒരാള് വെള്ളം കുടിക്കാൻ പോയി, അടുത്തയാള് മുഖം കഴുകാൻ പോയി അല്ലേ? ഖറജ അമ്മാറുൻ ലി യശ്റബൽ മാഅ. എന്ത് വേണം? നമ്മള് ഇവിടെ പാഠത്തിൽ പറഞ്ഞതാണ് ഖറജതു ലി അശ്റബൽ മാഅ. നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? ഖറജ അമ്മാറുൻ ലി യശ്റബൽ മാഅ. ലി യശ്റബ, അവൻ കുടിക്കുന്നതിന് വേണ്ടി. പിന്നെ യാസിർ എന്തിനാ പോയത്? വഖറജ യാസിറുൻ ലി യഗ്സില വജ്ഹഹു. അയിന യുരീദു ഹിശാമുൻ അല്ല ഹാഷിമുൻ അൻ യദ്ഹബ ഫി ഉത്ലത്തി സൈഫി. സമ്മർ വെക്കേഷനിൽ ഹാഷിം എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു? ഹാഷിം എന്താ പാഠത്തിൽ പറഞ്ഞത്? ഉരീദു അൻ അദ്ഹബ എന്ന് പറഞ്ഞു. നമ്മളെന്ത് പറയണം? യുരീദു അൻ യദ്ഹബ അല്ലേ? യുരീദു അൻ യദ്ഹബ ഇല മിസ്ര.
لماذا يريد يوسف أن يذهب إلى لندن യൂസഫ് ലണ്ടനിൽ പോകാൻ ഉദ്ദേശം എന്താ ليدرس ആ لغة الإنجليزية. ليدرس اللغة الإنجليزية അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. എന്ത് ചെയ്യണം? لماذا يريد يوسف എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? يريد يوسف أن يذهب إلى لندن ليدرس اللغة العربية هناك. اوكي. الرابع في أي كلية يريد مروان أن يدرس؟ മറുവാൻ ഏത് ഫാക്കൽറ്റിയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? يريد مروان يريد أن يدرس في كلية شرعية. شريعة. في كلية شريعة. الشريعة. اقرأ ما يلي. اقرأ ما قاله هميون. يقرأ ما قاله هميون للمدرس. هميون മുദരിസിനോട് പറഞ്ഞത് വായിക്കുക. ഹുമയൂൻ മുദ്രസിനോട് പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ മുദരിസി blanks, fill the blanks فيما يلي in the following على ضوء ذلك. അതിന്റെ വെളിച്ചത്തിൽ, ലൗ എന്ന് പറഞ്ഞാൽ വെളിച്ചം, അതിന്റെ വെളിച്ചത്തിൽ അത് പൂരിപ്പിക്കുക. യുരീദു ഹുമയൂനു അൻ ഉദ്ദേശിക്കുന്നത് അൻ യജ്ലിസ അമാമ المدرس. അമാമക്ക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? അമാമൽ മുദരിസി ലി അന്ന മഖാദ് بعيد. മഖാദഹു അന്ന ഒന്നുകൊണ്ട് ദാ പറയണം. മഖാദഹു. ഉബൈൻ പറഞ്ഞത് അന്ന മഖാദി എന്നാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? എന്ന മഖാദഹു അവന്റെ സീറ്റ്. ബഈദുൻ അൻ എവിടെ നിന്നാണ്? سبورة. സുബൂറത്താണ്. അമാമൽ മുദരിസി എന്നല്ലേ പറയാം? അമാമൽ മുദരിസി എന്നാണ് പറയുന്നത്. അമാമൽ മുദരിസി ലിഅന്ന മഖാദഹു ബഈദുൻ അൻഹു. ഹുമയൂൻ പറഞ്ഞത് മഖാദി ബഈദുൻ അൻക എന്നാണ്. നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ബഈദുൻ അൻഹു അമാമൽ മുദരിസി. അധ്യാപകന്റെ മുന്നിൽ ഇരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ലിഅന്ന മഖാദഹു അവന്റെ സീറ്റ് ബഈദുൻ ദൂരെയാണ്, അൻഹു ആ അധ്യാപകരിൽ നിന്ന്. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? ആ സ്പീച്ച് ചേഞ്ച് ചെയ്യുന്നു അല്ലേ? ഉമയൂൻ പറഞ്ഞത് ബഈദുൻ അൻക എന്നാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ബഈദുൻ അൻഹു എന്നാക്കും. അത് കഴിഞ്ഞിട്ട് വല ഹുനാക ലാ അറാ മാ തക്തുബു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? ലാ അറ എന്നുള്ളത് വലാ യറ എന്നാണ്. വലാ യറ അവൻ കാണുന്നില്ല. മാ തക്തുബ് എന്നുള്ളത് എന്താക്കണം? മാ യക്തുബ് എന്നാക്കണം. അദ്ദേഹം എഴുതുന്നത്, ആ മാഷ് എഴുതുന്നത്, അഥവാ മുദരിസ് എഴുതുന്നത്. മാ യക്തുബു അൽ മുദരിസ് ഇവിടെ ഉണ്ട്. അൽ മുദരിസു അല സബൂറ. ഓക്കെ. الثالث يسأل المدرس كل من الطلاب هذا السؤال: أين تريد أن تذهب في عطلة الصيف؟ ഒരാൾ പറയും എവിടെ പോണമെന്ന്.
ആർക്കും വെക്കേഷൻ്റെ എവിടെയും പോകണ്ടേ? നമുക്കങ്ങനെ ശീലമില്ല തോന്നുന്നല്ലേ? നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ജീവിക്കുന്നതുകൊണ്ട് ശീലമില്ല. മാത്രമല്ല ലീവ് എടുത്താലും നമുക്ക് സർക്കാർ അങ്ങനെ ലീവ് തരുന്നില്ല. മന്ത്ലി ലീവ് തരുന്നില്ല, ആനുവൽ ലീവ് തരുന്നില്ല. ആനുവൽ ലീവ് ഒരു മന്ത് വെക്കേഷൻ പോകാൻ സംബന്ധം ഉള്ള ലീവ് തരുന്നു. ഓക്കെ, ഒരാൾ പറഞ്ഞു നോക്ക്. ഉരീദു അൻ അദ്ഹബ ഇലാ ബിലാദി. ഇലാ ബലദി, എന്റെ നാട്ടിൽ ബലദി. പോകാൻ ആഗ്രഹം. ബിലാദ് എന്ന് പറയുമ്പോൾ നാടുകളിലാണ്. ഇലാ ബലദി, ഉരീദു അൻ അദ്ഹബ ഇലാ ബലദി, ഞാൻ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. അതെന്താ? അത് വേറെ ആൾ പറഞ്ഞു നോക്ക്. അതിനെ തുരീദു അൻ തദ്ഹബ യാ നാസർ. ഉരീദു أريد أن أذهب إلى كاليكوتا، അല്ലെങ്കിൽ إلى أنهار ثلاثة. أنهار ثلاثة മൂന്നാർ. ഇടവ. ഇടവ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇടവ എന്ന് പറഞ്ഞ് കേട്ടവർക്കാർക്ക് മനസ്സിലായില്ല. വർക്കല എന്നാണ് അവർ വെച്ചേക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. ഓടയം. ഓടയം. ഇല്ല, ഓടയം. നിജും അബ്ദുൽ വാഹിദ് ഓടയം എന്ന് കേട്ടിട്ടുണ്ടാവും. അതുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അല്ല, ഇവിടെ യസ്അൽ മുദരിസു കുല്ല മിന തുല്ലാബി ഹാദ സുആൽ. എന്ത് ചെയ്യണം? നാലാമത്തേത് ഫി അയ്യി കുല്ലിയത്തിൻ തുരീദു അൻ തദ്റുസ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഫി അയ്യി കുല്ലിയത്തിൻ തുരീദു അൻ തദ്റുസ. എന്ത് പറയണം? ഉരീദു അൻ അദ്റുസ കുല്ലിയത്തിൽ ഫി കുല്ലിയത്തി അൽ-ലുഗത്തിൽ അറബിയ്യ. ഞാൻ ഫാക്കൽറ്റി ഓഫ് അറബിക് ലാംഗ്വേജിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഒന്നാമത്തേൽ എന്താണ്? ഉരീദു അൻ അദ്ഹബ. അതേപോലെ ഇവിടെ ഉരീദു അൻ അദ്റുസ. ഇതാണ് വിഷയം. അപ്പൊ ഇവിടെ അതിനെ തുരീദു അൻ തദ്ഹബ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മറുപടി പറയുമ്പോൾ ഉരീദു അൻ അദ്ഹബ ചോദിച്ചു പറയണം. പിന്നെ അതേപോലെ ഫി അയ്യി കുല്ലിയത്തിൻ തുരീദു അൻ തദ്റുസ എന്ന് ചോദിക്കുമ്പോൾ ഉരീദു അൻ അദ്റുസ എന്ന് മറുപടി പറയണം. ഓക്കെ. ബാക്കി അടുത്ത പ്രാവശ്യം വായിച്ചു നോക്കാം. ഒന്നുകൂടി. അതെ. അടുത്ത പ്രാവശ്യം നേരത്തെ കയറണം കേട്ടോ. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് ആ പരീക്ഷ ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നു. പരീക്ഷ, അതേപോലെ ഇടയ്ക്ക് വേറൊരു ക്ലാസ് ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഇന്റർഫിയറൻസ് ഉണ്ടായി. അതേപോലെ ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആയതും അതുകൊണ്ടാണ്. കുറച്ച് സംഗതി ചെയ്ത് എടുത്തിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടാണ്. 10 മിനിറ്റ് മുമ്പെയാണ് പരീക്ഷ പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഏതായാലും ഇത് വായിച്ചു നോക്കുക. അപ്പൊ ഇതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഉരീദു അൻ എന്ന ഉപയോഗം, അതേപോലെ യുംകിനു എന്നതിന്റെ പ്രയോഗങ്ങൾ, മുൻസുവിന്റെ പ്രയോഗം, സമഹ എന്ന പ്രയോഗം, അർജു എന്ന പ്രയോഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഈ പഠിച്ച പോയിന്റുകൾ വെച്ചുകൊണ്ട് പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടയാളപ്പെടുത്താത്ത കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ക്ലാസ് നോക്കിയിട്ടിരിക്കുമ്പോഴത്തേക്ക് സ്ക്രീനിലാണ് നിങ്ങൾ നോക്കുന്നത്. ടെക്സ്റ്റിൽ അടയാളപ്പെടുത്താൻ അപ്പോഴല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ടെക്സ്റ്റിൽ അടയാളപ്പെടുന്ന നിങ്ങൾ രണ്ടാമത് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തി വെച്ച് രണ്ടാമത് വീണ്ടും വായിക്കുമ്പോഴത്തേക്ക് രണ്ടാമത് പാഠം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പറയുമ്പോൾ ഇത് ആണ് ഇതിലെ മെയിൻ കണ്ടന്റ് നമുക്ക് ബോധ്യം. ഓക്കെ, വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. ഖുർആൻ ഇത് വെച്ചുകൊണ്ട് ഖുർആൻ വായിക്കുക. ഇത് പഠിക്കുന്ന മിക്കവാറും പദങ്ങൾ ഖുർആനിൽ വരുന്നുണ്ട്. അത് വെച്ചുകൊണ്ട്
ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഈ ഈ പ്രയോഗങ്ങൾ ഖുർആനിൽ വരുന്നുണ്ട്, അത് ഖുർആനിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ രണ്ടും ഒരുമിച്ച് പഠിക്കണം. ഖുർആൻ വായിക്കുന്നു, അതായത് ഈ ഭാഷ പഠിക്കുമ്പോഴത്തേക്ക് അത് പ്രയോഗത്തിലും പ്രാക്ടിക്കലായിട്ട്. ഇപ്പൊ നമ്മൾ റീഡ് മോർ ലിസൺ മോർ എന്ന് പറയും. നമുക്ക് റീഡ് മോറിന് ഇവിടെ അറബി ന്യൂസ് പേപ്പർ ഒന്നും വരുന്നില്ല. അപ്പൊ ലിസൺ മോറിന് അതേപോലെ TV ചാനലൊക്കെ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയിട്ട് വീഡിയോകളൊക്കെ കേൾക്കാം ലിസൺ മോറിന്. അപ്പൊ അതിന് പകരം നമുക്ക് അതേസമയം തന്നെ നമുക്ക് ഖുർആനും വായിച്ചു നോക്കാം, ഖുർആൻ വായിക്കാം, ഖുർആൻ കേൾക്കാം. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ അറബി ഭാഷ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഖുർആൻ പഠിക്കുക എന്നാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യവും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.